സാഹചര്യം പറയും നോ, ഒരിക്കലും സാധ്യമല്ല. നിനക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ പറഞ്ഞേക്കാം നോ, നീ പറയുന്ന കാര്യങ്ങൾ നടക്കുകയില്ല. നിന്റെ വിഷയത്തിനകത്തൊരു മറുപടി കാണാൻ ഒക്കുകയില്ല. നിനക്ക് ചുറ്റും ഇങ്ങനെയുള്ള നിന്നെ നിരാശപ്പെടുത്തുന്ന ശബ്ദം മുഴങ്ങവേ നീ ദൈവത്തിലേക്കൊന്ന് നോക്കിയാട്ടെ. ദൈവത്തിലുള്ള പ്രത്യാശ, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം ആരാണെന്നുള്ള കാഴ്ചപ്പാട്, ഈ ദൈവം നിന്നെ നോക്കി പറയും കുഞ്ഞേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ ഞാനാണ്. അർത്ഥം സർവശക്തിയുള്ള ഭയങ്കരനായ ദൈവമാണ്. ഭയങ്കര ദൈവം. ഓ, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഭയങ്കര ദൈവം. ഈ സർവശക്തൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം അല്ലേ? ദൈവജനത്തിൽ നമുക്ക് കാണാം അല്ലേ? മനുഷ്യർക്ക് അസാധ്യമാണ്, ദൈവത്തിന് സകലതും സാധ്യമാണ്. കർത്താവ് നിയോഗം തന്നിട്ടാണ് ദൂതനാണെങ്കിൽ പോലും ദൂത് അറിയിക്കുന്നത് ആണല്ലോ. ഈ സർവശക്തനായ ദൈവം എന്നുള്ളതിന് അർത്ഥം ഇതാണ്: ഏത് അസാധ്യമായിരിക്കുന്ന കാര്യമാണോ അതിനെ സാധ്യമാക്കാൻ കഴിയുന്നവൻ. ഇന്നലകളിൽ സംസാരിച്ചില്ലേ ഇത് ഇനി എന്താകുമെന്ന്? ജീവിതത്തിന്റെ പ്രയാസത്തെ ഓർത്തിട്ട് അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചില്ല. ഇനി ഇത് നടക്കുമോ കർത്താവ് എന്റെ ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേലെ ഒരു നിരാശപ്പെട്ടിരുന്നില്ലേ? ഒരു ചിന്ത വന്നില്ലേ? വരാൻ പാടില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പക്ഷെ അപ്പോഴും ഹൃദയത്തിനകത്തൊരു ഭാരം കടന്നുകൂടിയില്ലേ? ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറഞ്ഞേ, സർവശക്തൻ എന്ന പേരിന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ എന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട്. ദൈവവാഗ്ദാനത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി നിങ്ങളുടെ സാഹചര്യം അനുകൂലമല്ല എന്നിരിക്കവേ, അബ്രഹാമിന് തലമുറകളില്ലാതെ തന്റെ ഭാര്യ വാർദ്ധക്യത്തിലായി, താൻ വാർദ്ധക്യത്തിലായി, പക്ഷേ നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്ത ദൈവമാണ് പരിമിതികൾക്കപ്പുറത്ത് പ്രവർത്തിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരുവനെ നോക്കിയാട്ടെ. സാഹചര്യം പറയും നോ, ഒരിക്കലും സാധ്യമല്ല. നിനക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ പറഞ്ഞേക്കാം നോ, നീ പറയുന്ന കാര്യങ്ങൾ നടക്കുകയില്ല. നിന്റെ വിഷയത്തിനകത്തൊരു മറുപടി കാണാൻ ഒക്കുകയില്ല. നിനക്ക് ചുറ്റും ഇങ്ങനെയുള്ള നിന്നെ നിരാശപ്പെടുത്തുന്ന ശബ്ദം മുഴങ്ങവേ നീ ദൈവത്തിലേക്കൊന്ന് നോക്കിയാട്ടെ. ദൈവത്തിലുള്ള പ്രത്യാശ, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം ആരാണെന്നുള്ള കാഴ്ചപ്പാട്, ഈ ദൈവം നിന്നെ നോക്കി പറയും കുഞ്ഞേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ ഞാനാണ്. അർത്ഥം സർവശക്തിയുള്ള ഭയങ്കരനായ ദൈവമാണ് ഞാൻ. ഓ ശബരഗദവ, ഹല്ലേലൂയ. യേശുവിങ്കലേക്ക് നോക്കാം. റോമൻ ഇമ്പീരിയൽ മുദ്രകൾ വെച്ച് സീൽ ചെയ്ത യേശുവിന്റെ ശവക്കല്ലറ. ഹല്ലേലൂയ. പടയാളികൾ നിൽക്കുകയാണ്, കാവൽ നിൽക്കുകയാണ്. യേശുവിന്റെ ശവശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ട സകലമാന കാര്യാദികളും ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ മൂന്നാം ദിവസം
മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവൻ, അവനിൽ ആശ്രയിക്കുന്നവനും ഇതുപോലെ ഒരു ദിവസം യേശു വാനമേഘത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവൻ മുൻപേ ഉയർക്കുകയും ജീവനോടെ അന്ന് ശേഷിക്കുന്നവർ യേശുവിനെ എതിരേൽക്കാൻ വാനമേഘത്തിൽ എടുക്കപ്പെടും. പക്ഷേ സ്തോത്രം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരുവൻ, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഒരുവൻ ഇന്നും ജീവിക്കുന്നു. അസാധ്യങ്ങൾ സാധ്യമാകും. ഇന്നതിനകത്ത് ചിലതിനെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. അസാധ്യമെന്ന് നീ എണ്ണിയത് അസാധ്യമാണെന്ന് പിശാച് നിന്നെ നോക്കി പറഞ്ഞത്, അസാധ്യമാണെന്ന് നിന്റെ കുടുംബത്തിനകത്തുള്ളവർ നിന്നെ എഴുതി തള്ളിയത്, സ്വർഗത്തിലെ ദൈവം സാധ്യമാക്കുന്ന ഒരു സീസൺ നിന്റെ മുൻപിൽ വരാൻ പോകുകയാണ്. ഇന്നു പകൽ ആ വിടുതലിനെ ദൂതിനെ സ്വീകരിച്ചോ. അതുകൊണ്ട് പാട്ടുകാരൻ പാടി, അസാധ്യമെന്ന് ഞാൻ കരുതിയ അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി. എന്താ ചൊല്ലിയത്? മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. വിശ്വാസത്തോടെ ഇന്ന് പകൽ ദൂതം ഏറ്റെടുത്തോ. സർവശക്തിയുള്ള ദൈവത്തിലാണ് നീ ആശ്രയിച്ചിരിക്കുന്നതെങ്കിൽ അസാധ്യങ്ങൾ വഴിമാറും. ഡെലിവറൻസിന്റെ വഴി ഓപ്പൺ ആകും. അത് പിശാചിന് തടയാൻ ഒക്കത്തില്ല, അതൊരാഭിചാരത്തിനും തടയാൻ ഒക്കത്തില്ല. അതിന്റെ മേലൊരു വിടുതൽ ഉണ്ടായിരിക്കും. യെസ്, നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവം? സർവശക്തി.